ഹായ് ഓൾ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു സ്ഥാപനത്തിൽ അക്കൗണ്ടന്റായിട്ട് നിങ്ങൾ ജോലി ചെയ്യുമ്പോൾ, അതേപോലെ തന്നെ ടാലി എന്ന സോഫ്റ്റ്വെയർ കൈകാര്യം ചെയ്യുമ്പോൾ അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട അക്കൗണ്ടിങ്ങുമായി ബന്ധപ്പെട്ട ടേംസിനെ കുറിച്ചാണ്. ആദ്യമായി നമ്മൾ പഠിക്കുന്നത് ക്യാപിറ്റലിനെ കുറിച്ചാണ്. ക്യാപിറ്റൽ എന്ന ടേം അക്കൗണ്ടിങ്ങിൽ എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്, എന്ത് കാര്യം റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ക്യാപിറ്റൽ എന്ന ടേം യൂസ് ചെയ്യുന്നതെന്നാണ് ആദ്യമായി പറയാൻ പോകുന്നത്. ഒരു സ്ഥാപനത്തിന്റെ ഉടമ, സപ്പോസ് നിങ്ങളൊരു സ്ഥാപനത്തിൽ അക്കൗണ്ടന്റായിട്ട് ജോലി ചെയ്യുന്നു, ആ സ്ഥാപനത്തിന്റെ ഉടമ ആ സ്ഥാപനത്തിലോട്ട് പല രീതിയിൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാറുണ്ട്. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ അദ്ദേഹം ക്യാഷ് സ്ഥാപനത്തിൽ ഇൻവെസ്റ്റ് ചെയ്യാറുണ്ട്, സാധനങ്ങൾ മേടിച്ചു കൊടുക്കാറുണ്ട് സ്ഥാപനത്തിലോട്ട്, സ്ഥാപനത്തിന് വേണ്ട വാഹനങ്ങൾ മേടിക്കാറുണ്ടാവാം, ബിൽഡിങ്ങുകൾ പണിത് കൊടുക്കാറുണ്ടാവാം, ഭൂമി മേടിക്കാറുണ്ടാകാം. ഇതൊക്കെ സ്വന്തം സ്ഥാപനം എന്ന നിലയിൽ അദ്ദേഹം ചെയ്യുന്നതാണ്. അപ്പം ഇത് സ്ഥാപനത്തിലോട്ട് അദ്ദേഹം നടത്തുന്ന ഇൻവെസ്റ്റ്മെന്റുകളാണ്. ഈ ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ടിനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് അക്കൗണ്ടിങ്ങിൽ ഉപയോഗിക്കുന്ന ടേം ആണ് ക്യാപിറ്റൽ. അതായത് നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിന്റെ ഉടമ ആ സ്ഥാപനത്തിലോട്ട് മുടക്കുന്ന തുകയെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന അക്കൗണ്ടിങ് ടേം ആണ് ക്യാപിറ്റൽ. ഇവിടെ പറയുന്നതും അതേ ഉള്ളൂ. ദിസ് ഈസ് ദ ഇൻവെസ്റ്റ്മെന്റ് മേഡ് ബൈ ഓണേഴ്സ് ഇൻ ബിസിനസ്. ബിസിനസ്സിലോട്ട് ഓണർ മുടക്കുന്ന ഇൻവെസ്റ്റ്മെന്റിന് പറയുന്ന പേരാണ് ക്യാപിറ്റൽ. ഇറ്റ് ഈസ് ജനറലി നോൺ ആസ് ഓണേഴ്സ് ഇക്വിറ്റി ഓർ നെറ്റ്വർക്ക്. ഇതിന് മറ്റ് രണ്ട് പേരുകൾ കൂടിയുണ്ട്, ഓണേഴ്സ് ഇക്വിറ്റി ഓർ നെറ്റ്വർക്ക്. ഈ രണ്ട് പേരിലും ക്യാപിറ്റലിനെ അറിയപ്പെടാറുണ്ട്. ഒരു സ്ഥാപനത്തിന്റെ ഉടമ ആ സ്ഥാപനത്തിലോട്ട് മുടക്കുന്ന, അദ്ദേഹത്തിന്റെ സ്വന്തം സ്ഥാപനത്തിലോട്ട് മുടക്കുന്ന തുകയെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് ആ സ്ഥാപനത്തിന്റെ അക്കൗണ്ടന്റ് ഉപയോഗിക്കേണ്ട ടേമാണ് ക്യാപിറ്റൽ. അടുത്തത് ഡ്രോയിങ്സ് ആണ്. ഡ്രോയിങ്സും ഓണറുമായി ബന്ധപ്പെട്ട ഒരു ടേം ആണ്. ഓണർ നടത്തുന്ന ഇൻവെസ്റ്റ്മെന്റ് റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ടേം ക്യാപിറ്റൽ എന്ന് പറഞ്ഞു. അതേപോലെ തന്നെ ഒരു സ്ഥാപനത്തിൽ നിന്ന് സ്വകാര്യ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഓണർ പണമോ എന്തെങ്കിലും സാധനങ്ങളോ പിൻവലിക്കുന്നുവെങ്കിൽ അല്ലെങ്കിൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്നുവെങ്കിൽ ആ എമൗണ്ടിനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് അക്കൗണ്ടിങ്ങിൽ ഉപയോഗിക്കുന്ന ടേമാണ് ഡ്രോയിങ്സ്. ക്യാഷ് മാത്രമല്ല, ചില സ്ഥാപനങ്ങളിൽ നിന്ന് ഓണേഴ്സ് അവരുടെ വീട്ടിലെ ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള സാധനങ്ങൾ എടുക്കാറുണ്ടാവും. ഉദാഹരണം പറയുകയാണെങ്കിൽ സൂപ്പർ മാർക്കറ്റ് നടത്തുന്ന ഒരു വ്യക്തി അദ്ദേഹത്തിന്റെ വീട്ടിലെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് അദ്ദേഹം നടത്തുന്ന കടയിൽ നിന്നായിരിക്കും സാധനങ്ങൾ എടുക്കാറുള്ളത്. ഓക്കെ, അതേപോലെ ഓരോ ബിസിനസ് നടത്തുന്ന വ്യക്തിയും അദ്ദേഹത്തിന്റെ വീട്ടിലെ ആവശ്യങ്ങൾ വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ സ്വന്തം കടയിൽ നിന്ന് എടുക്കൂ. അപ്പോൾ ആ ഒരു എമൗണ്ടിനെ റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ സ്ഥാപനത്തിന്റെ അക്കൗണ്ടന്റ് യൂസ് ചെയ്യുന്ന ടേമാണ് ഡ്രോയിങ്സ്. ഡ്രോയിങ്സ് ഓണർ സ്വകാര്യ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് സാധനങ്ങളോ അതേപോലെ ക്യാഷോ വിഡ്രോ ചെയ്യുമ്പോൾ അത് റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന അക്കൗണ്ടിംഗ് ടേം. എക്സ്പ്ലനേഷനിൽ അത് തന്നെയാണ് പറയുന്നത്. വിഡ്രോവൽ ഓഫ് ഗുഡ്സ് ഓർ ക്യാഷ് ഫ്രം ദ ബിസിനസ് ബൈ ദ ഓണർ ഫോർ പേഴ്സണൽ യൂസ് ഈസ് കോൾഡ് ഡ്രോയിങ്സ്. സ്വകാര്യ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട്, ബിസിനസിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടല്ല, അത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. അദ്ദേഹത്തിന്റെ സ്വന്തം സ്വകാര്യ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ പറയുന്ന ക്യാഷോ ഗുഡ്സോ അദ്ദേഹം സ്ഥാപനത്തിൽ നിന്ന് വിഡ്രോ ചെയ്യുന്നുവെങ്കിൽ അത് റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന അക്കൗണ്ടിംഗ് ടേമാണ് ഡ്രോയിങ്സ്. അടുത്ത ടേം ലയബിലിറ്റി ആണ്. ബാധ്യതകൾ. നിങ്ങൾ അക്കൗണ്ടന്റായിട്ട് ജോലി ചെയ്യുന്ന സ്ഥാപനം അല്ലെങ്കിൽ ജോലി ചെയ്യേണ്ടി വരുന്ന സ്ഥാപനത്തിന്റെ ബാധ്യതകളായിട്ട് പരിഗണിക്കേണ്ടത്, അവിടുത്തെ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യുമ്പോൾ അവിടുത്തെ ബാധ്യതകളായിട്ട് നിങ്ങൾ പരിഗണിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് ഈ ഒരു ടേം കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒരു സ്ഥാപനത്തിന്റെ ലയബിലിറ്റി എന്ന് പറയുന്നത് ആ സ്ഥാപനം അതിന്റെ ബിസിനസിന്റെ ഭാഗമായിട്ട് ഏതെങ്കിലും വ്യക്തികൾക്കോ ഏതെങ്കിലും സ്ഥാപനങ്ങൾക്കോ എന്തെങ്കിലും പൈസയോ ഗുഡ്സോ സാധനങ്ങളോ കൊടുക്കാനുണ്ട് എങ്കിൽ ആ ബാധ്യതയെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ടേമാണ് ലയബിലിറ്റീസ്. നമുക്ക് ആദ്യം ഈ എക്സ്പ്ലനേഷൻ ഒന്ന് നോക്കാം. ലയബിലിറ്റീസ് ആർ ദ ഒബ്ലിഗേഷൻസ് ഓർ ഡെപ്റ്റ് പേയബിൾ ബൈ ദ എന്റർപ്രൈസ് ഇൻ ഫ്യൂച്ചർ ഇൻ ദ ഫോം ഓഫ് മണി ഓർ ഗുഡ്സ്. പണമായിട്ടോ ഗുഡ്സ് ആയിട്ടോ ഫ്യൂച്ചറിൽ പിന്നീട് കൊടുക്കാൻ വെച്ചിരിക്കുന്ന തുകയായിരിക്കുമല്ലോ ബാധ്യത. എന്തായാലും അത് ഒബ്ലിഗേഷൻ ആണ്. മറ്റുള്ള സ്ഥാപനങ്ങളോടോ വ്യക്തികളോടോ ഫ്യൂച്ചറിൽ കൊടുക്കാനുള്ള ഒരു ഒബ്ലിഗേഷൻ സ്ഥാപനത്തിനുണ്ട് എങ്കിൽ ബിസിനസിന്റെ ഭാഗമായിട്ടായിരിക്കും അത് ഉണ്ടാകുന്നത്. അത്തരത്തിലുള്ള ആ ഒബ്ലിഗേഷനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് അക്കൗണ്ടിങ്ങിൽ ഉപയോഗിക്കുന്ന ടേം ആണ് ലയബിലിറ്റീസ്. അടുത്ത സ്ലൈഡിലും ഇതിനെക്കുറിച്ചാണ് പറയുന്നത്. ദാറ്റ് മീൻസ് ലയബിലിറ്റീസ് ഡിനോട്ട് ദ എമൗണ്ട് വിച്ച് എ ബിസിനസ് ഓവ്സ് ടു അതേഴ്സ്. മറ്റുള്ളവർക്ക് ഒരു ബിസിനസ് സ്ഥാപനം കൊടുക്കാനുള്ള എമൗണ്ടിനെ അല്ലെങ്കിൽ സാധനങ്ങളെ, അതിന്റെ ആ ഒരു ക്വാണ്ടിറ്റിയെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന അക്കൗണ്ടിങ് ടേം ആണ് ലയബിലിറ്റീസ്. ഈ ലയബിലിറ്റിയെ തന്നെ രണ്ടായിട്ട് കാറ്റഗറൈസ് ചെയ്യുന്നുണ്ട്. അതിൽ ഒന്നാമത്തെ കാറ്റഗറൈസേഷൻ ആണ് ഷോർട്ട് ടൈം ലയബിലിറ്റീസ് അല്ലെങ്കിൽ കറന്റ് ലയബിലിറ്റീസ് എന്ന് മറ്റൊരു പേരുണ്ട്. ലോങ് ടൈം ലയബിലിറ്റീസ്, ദീർഘകാല ലയബിലിറ്റീസ് അല്ലെങ്കിൽ ഫിക്സഡ് ലയബിലിറ്റീസ് എന്ന് ഇതിനെ പറയാറുണ്ട്. ആദ്യം നമുക്ക് ഷോർട്ട് ടൈം ലയബിലിറ്റീസ് എന്താണെന്ന് നോക്കാം. ഒരു സ്ഥാപനം ഒരു വർഷത്തിനുള്ളിൽ കൊടുത്തു തീർക്കുന്ന ബാധ്യതകളെ നമുക്ക് ഷോർട്ട് ടൈം ലയബിലിറ്റീസ് എന്ന കാറ്റഗറിപ്പെടുത്താം. അതായത് ഒരു ബാധ്യത ഒരു സ്ഥാപനത്തിൽ ഉണ്ടായി, ബിസിനസിന്റെ ഭാഗമായിട്ടുണ്ടായ ഒരു ബാധ്യതയാണ്, അത് ഒരു വർഷത്തിനുള്ളിൽ കൊടുത്തു തീർക്കുന്നു എങ്കിൽ, ഒരു ടൈം പീരീഡ് ആണ് പറയുന്നത്, 1 year. ഒരു സ്ഥാപനത്തിന്റെ ഒരു വർഷത്തിനുള്ളിൽ കൊടുത്തു തീർക്കുന്ന ബാധ്യതകളെയാണ് ഷോർട്ട് ടൈം ലയബിലിറ്റി അല്ലെങ്കിൽ കറന്റ് ലയബിലിറ്റീസ് എന്ന കാറ്റഗറിയിൽ പെടുത്തുന്നത്. അതാണ് ഇവിടെ പറയുന്നതും. ദീസ് ആർ ലയബിലിറ്റീസ് വിച്ച് ബിക്കം ഡ്യൂ ആൻഡ് പേയബിൾ വിത്തിൻ എ പീരീഡ് ഓഫ് 1 year. ഒരു വർഷത്തിനുള്ളിൽ കൊടുത്തു തീർക്കപ്പെടുന്ന ഒരു സ്ഥാപനത്തിൽ ഉണ്ടാകുന്ന ബാധ്യതകളെയാണ്
ഷോർട്ട് ടൈം ലയബിലിറ്റീസ് അല്ലെങ്കിൽ കറണ്ട് ലയബിലിറ്റീസ് എന്ന ഹെഡിൽ പറയുന്നത്. ഉദാഹരണങ്ങൾ പറയുന്നുണ്ട്. ക്രെഡിറ്റേഴ്സ് ഫോർ ഗുഡ്സ്, ബിൽസ് പേയബിൾ, ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസസ് എക്സെട്ര ആർ ദ എക്സാമ്പിൾ ഓഫ് സച്ച് കറണ്ട് ഒബ്ലിഗേഷൻ. നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് ഇതാണ് പ്രധാനമായിട്ടും നമ്മുടെ സ്ഥാപനത്തിൽ അക്കൗണ്ടന്റായിട്ട് ജോലി ചെയ്യുമ്പോൾ അഭിമുഖീകരിക്കേണ്ടി വരുന്ന പ്രധാനപ്പെട്ട കറണ്ട് ലയബിലിറ്റീസ് അല്ലെങ്കിൽ ഷോർട്ട് ടൈം ലയബിലിറ്റീസ്. അടുത്തതായി ലോങ് ടൈം ലയബിലിറ്റീസിനെ കുറിച്ചാണ് പറയുന്നത്. ടൈം ഡ്യൂറേഷൻ വെച്ച് തന്നെ പറയാം. ഒരു വർഷത്തിൽ കൂടുതൽ എടുക്കുന്നു ഒരു ബിസിനസ് സ്ഥാപനം ഒരു ബാധ്യത കൊടുത്തു തീർക്കാനെങ്കിൽ അത്തരത്തിൽപ്പെട്ട ബാധ്യതകളെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് അക്കൗണ്ടിങ്ങിൽ ഉപയോഗിക്കുന്ന ടേം ആണ് ലോങ് ടൈം ലയബിലിറ്റീസ് അല്ലെങ്കിൽ ഫിക്സഡ് ലയബിലിറ്റീസ് മറ്റൊരു പേരുണ്ട്. ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു സ്ഥാപനം ബിസിനസ് ആവശ്യത്തിന് വേണ്ടിയിട്ട് ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുകയാണെങ്കിൽ അത് ഒരു വർഷത്തിൽ കൂടുതൽ എടുത്തില്ല, അപ്പോൾ 5-6 വർഷം കൊണ്ടായിരിക്കും ആ ബാധ്യത തിരിച്ചടയ്ക്കുന്നത്. അതേപോലെ തന്നെ മറ്റൊരു ഉദാഹരണമാണ് ഡിബഞ്ചേഴ്സ്. ഡിബഞ്ചേഴ്സ് സാധാരണ യൂസ് ചെയ്യുന്നത് കമ്പനികളാണ്. കടപ്പത്രങ്ങൾ എന്നാണ് ഡിബഞ്ചേഴ്സിന് മറ്റൊരു പേര്. ഡിബഞ്ചേഴ്സ് പബ്ലിക്കായിട്ട് ഇഷ്യൂ ചെയ്തിട്ട് അതിന്റെ സഹായത്തോടു കൂടി ഫണ്ട് കളക്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് അത്. അതും ഒരു ലോങ് ടൈം ലയബിലിറ്റീസ് ആണ്. 2, 3, 4 വർഷത്തെ ഡ്യൂറേഷൻ ഇട്ടായിരിക്കും സാധാരണ കമ്പനികൾ ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യാറുള്ളത്. ഇവ രണ്ടെണ്ണമാണ് പ്രധാനമായും ലോങ് ടൈം ലയബിലിറ്റി ആയിട്ട് ഒരു സ്ഥാപനത്തിൽ വരുന്ന പ്രധാനപ്പെട്ട ഐറ്റംസ്. ഇത് കൂടാതെ ക്യാപിറ്റൽ എന്നൊരു ഐറ്റം വരും, അതിനെക്കുറിച്ച് വിശദമായിട്ട് വരുന്ന ക്ലാസ്സുകളിൽ പറയുന്നുണ്ട്. അടുത്ത ഐറ്റം അസറ്റ്സ് ആണ്. ഒരു സ്ഥാപനത്തിന്റെ അസറ്റ്, ആസ്തി എന്നതുകൊണ്ട് അക്കൗണ്ടന്റ് മനസ്സിലാക്കേണ്ടത് എന്താണ്? ആസ്തിയായിട്ട് അക്കൗണ്ടിങ് ജോലി ചെയ്യുന്ന സമയത്ത് റെക്കോർഡ് ചെയ്യപ്പെടേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇതൊക്കെയാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഒരു സ്ഥാപനത്തിന്റെ ആസ്തി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്ഥാപനത്തിന്റെ ഉടമസ്ഥതയിലുള്ള ക്യാഷ് അല്ലെങ്കിൽ ക്യാഷിന്റെ വാല്യൂ ഉള്ള വാല്യുബിൾസ്. ഇതുകൊണ്ട് സ്ഥാപനത്തിന് പെട്ടെന്നുള്ള ക്യാഷ് റിക്വയർമെന്റ്, അതായത് ആ വാല്യുബിൾസിനെ പെട്ടെന്ന് ക്യാഷ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ സാധിക്കുന്നു, അല്ലെങ്കിൽ സ്ഥാപനത്തിന്റെ ഫ്യൂച്ചർ ബിസിനസ് ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ സാധിക്കുന്നു. ഇത്തരത്തിലുള്ള സ്ഥാപനത്തിന്റെ ഉടമസ്ഥതയിലുള്ള വാല്യുബിൾസിന് പറയുന്ന പേരാണ് അസെറ്റ്സ്. അതിന്റെ എക്സ്പ്ലനേഷൻ നമുക്കൊന്ന് നോക്കാം. ഇവിടെ ക്യാഷ് ഓർ എനി വാല്യുബിൾ ഓൺഡ് ബൈ ദ ബിസിനസിന്റെ ഉടമസ്ഥതയിലുള്ള ക്യാഷോ വാല്യുബിൾസോ that can be converted into cash or anything beneficial to the future operation of the business. അതായത് അതിനെ പെട്ടെന്ന് ക്യാഷ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ബിസിനസിന്റെ ബെനിഫിറ്റിന് വേണ്ടിയിട്ട് ഫ്യൂച്ചർ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പറ്റും. ഫ്യൂച്ചർ ഓപ്പറേഷൻസിൽ ഉപയോഗിക്കാൻ പറ്റുന്ന സ്ഥാപനത്തിന്റെ ഉടമസ്ഥതയിലുള്ള വാല്യുബിൾസിനെയാണ് സ്ഥാപനത്തിന്റെ അസറ്റ് ആയിട്ട് പറയുന്നത്. അങ്ങനെയുള്ള ഐറ്റംസിനെയാണ് ഒരു അക്കൗണ്ടന്റ് അസറ്റ് ആയിട്ട് പരിഗണിക്കേണ്ടത്. അസറ്റിന്റെ ഉദാഹരണം പറയുമ്പോൾ നിങ്ങൾക്ക് അത് പിടികിട്ടാവുന്നതേ ഉള്ളൂ. ലാൻഡ്, ബിൽഡിംഗ്, മിഷനറി, ഫർണിച്ചർ, സ്റ്റോക്ക്, ക്യാഷ് ഇൻ ഹാൻഡ്, ക്യാഷ് അറ്റ് ബാങ്ക്, ഇവയൊക്കെയാണ് ഒരു സ്ഥാപനത്തിൽ പ്രധാനപ്പെട്ട അസറ്റായിട്ട് പരിഗണിക്കപ്പെടുന്നത്. ലാൻഡ്, ബിൽഡിംഗ്, മിഷനറി, ഫർണിച്ചർ ഇവയൊക്കെ സാധാരണ രീതിയിൽ സ്ഥാപനത്തിന്റെ ഫ്യൂച്ചർ ഓപ്പറേഷൻസിന് ആവശ്യമായി വരുന്ന അസറ്റുകളാണ്. സ്റ്റോക്ക്, ക്യാഷ് ഇൻ ഹാൻഡ്, ക്യാഷ് അറ്റ് ബാങ്ക് ഒക്കെ ഡെയിലി ഓപ്പറേഷൻസിൽ ഉപയോഗിക്കേണ്ടി വരുന്ന അസറ്റുകളാണ്. ഈ സ്റ്റോക്കിന്റെ പ്രത്യേകത ക്യാഷ് ആയിട്ട് പെട്ടെന്ന് കൺവേർട്ട് ചെയ്യാം. ലാൻഡ്, ബിൽഡിംഗ്, മിഷനറി ഇവയുടെ ഒക്കെ പ്രത്യേകത എന്താ? സ്ഥാപനത്തിന്റെ ഫ്യൂച്ചർ ഓപ്പറേഷൻസിന് വേണ്ടിയിട്ട് ബെനിഫിഷ്യൽ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന അസറ്റാണ് ലാൻഡ്, ബിൽഡിംഗ്, മിഷനറി, ഫർണിച്ചർ ഒക്കെ. ലയബിലിറ്റിയെ ക്ലാസിഫൈ ചെയ്ത പോലെ തന്നെ അസറ്റിനെ നമുക്ക് പ്രധാനമായിട്ട് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാവുന്നതാണ്. ലോങ് ടൈം അസറ്റ് എന്നും ഷോർട്ട് ടൈം അസറ്റ് എന്നും, അല്ലെങ്കിൽ ഫിക്സഡ് അസറ്റും കറണ്ട് അസറ്റും. അതിനെക്കുറിച്ചാണ് അടുത്ത സ്ലൈഡിൽ പറയുന്നത്. ആദ്യമായി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഫിക്സഡ് അസറ്റിനെ കുറിച്ചാണ്. ഫിക്സഡ് അസറ്റിനെ മലയാളത്തിൽ സ്ഥിര ആസ്തികൾ എന്നാണ് പറയുന്നത്. ലയബിലിറ്റി ക്ലാസിഫൈ ചെയ്തപ്പോൾ നമ്മൾ ഉപയോഗിച്ച ഒരു 1 ഇയർ ടേം, ആ ഒരു ഡ്യൂറേഷൻ നമുക്ക് ഇവിടെയും ഉപയോഗിക്കാവുന്നതാണ്. ഈ ഒരു ക്ലാസിഫിക്കേഷന് വേണ്ടിയിട്ട് ഒരു വർഷത്തിൽ കൂടുതൽ ഒരു സ്ഥാപനത്തിൽ വാല്യൂവിൽ വലിയ ചേഞ്ച് ഇല്ലാതെ സ്ഥിരമായിട്ടിരിക്കുന്ന ആസ്തികളെ, വാല്യൂവിൽ സ്ഥിരതയുള്ള ആസ്തികളെയാണ്, അസറ്റുകളെയാണ് ഫിക്സഡ് അസറ്റ് എന്ന കാറ്റഗറിയിൽ പെടുത്തുന്നത്. ഉദാഹരണം പറയുമ്പോൾ നിങ്ങൾക്ക് പിടികിട്ടും. ലാൻഡ്, ബിൽഡിംഗ്, മിഷനറി ഇവയൊക്കെ ഫിക്സഡ് അസറ്റിന് ഉദാഹരണങ്ങളാണ്. ഈ സ്ലൈഡിൽ പറയുന്നതും അത് തന്നെയാണ്. നമുക്ക് നോക്കാം. അസറ്റ് വിച്ച് ആർ അക്വയർഡ് ആൻഡ് എംപ്ലോയ്ഡ് ബൈ ബിസിനസ് കൺസേൺ ഫോർ ലോങ്ങർ പീരീഡ് ഓഫ് ടൈം ആർ കോൾഡ് ഫിക്സഡ് അസറ്റ്. ലോങ്ങർ പീരീഡിലേക്ക് ഒരു ബിസിനസ് സ്ഥാപനം അക്വയർ ചെയ്യുന്ന അല്ലെങ്കിൽ എംപ്ലോയ് ചെയ്യുന്ന ആസ്തികളെ പറയുന്ന പേരാണ് ഫിക്സഡ് അസറ്റ്. ഉദാഹരണം പറഞ്ഞിട്ടുണ്ട് മിഷനറി, ബിൽഡിംഗ് എക്സെട്ര. അടുത്ത കാറ്റഗറി കറണ്ട് അസറ്റ് ആണ്. കറണ്ട് അസറ്റ് സ്ഥാപനത്തിന്റെ ഡെയിലി ഓപ്പറേഷൻസിൽ, അതായത് ഡെയിലി നടക്കുന്ന ബിസിനസ്സിൽ കൺസ്യൂം ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ അതിന്റെ വാല്യൂവിൽ ചേഞ്ച് സംഭവിക്കുന്ന ആസ്തികളാണ് കറണ്ട് അസറ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഷോർട്ട് ടൈം അസറ്റ് എന്ന് പറയുന്നത്. ഈ ഒരു സ്ലൈഡിന്റെ സഹായത്തോടെ നമുക്കത് നോക്കാം. അസറ്റ്സ് വിച്ച് ആർ ഹെൽഡ് ഫോർ എ ഷോർട്ടർ പീരീഡ് ആർ നോൺ ആസ് കറണ്ട് അസറ്റ്. വർഷത്തിനുള്ളിൽ കൺസ്യൂം ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ വാല്യൂവിൽ ചേഞ്ച് വരുന്ന ആസ്തികളെയാണ് സ്ഥാപനത്തിന്റെ കറണ്ട് അസറ്റ് എന്ന കാറ്റഗറിയിൽ പെടുത്തുന്നത്. Such assets are expected to be realized in cash or consumed during the normal operating cycle of business. ബിസിനസിന്റെ നോർമൽ ഓപ്പറേറ്റിംഗ് സൈക്കിളിൽ കൺസ്യൂം ചെയ്യപ്പെടുന്നതോ ക്യാഷ് ആയിട്ട് കൺവേർട്ട് ചെയ്യപ്പെടുന്നതോ ആയിട്ടുള്ള ആസ്തികളെയാണ് കറണ്ട് അസറ്റ് എന്ന രീതിയിൽ പറയുന്നത്. അതിന്റെ ഉദാഹരണം പറയുമ്പോൾ നിങ്ങൾക്ക് പിടികിട്ടും. എക്സാമ്പിൾസ് ക്യാഷ് ഇൻ ഹാൻഡ്, ക്യാഷ് അറ്റ് ബാങ്ക്, സ്റ്റോക്ക് ഓഫ് ഗുഡ്സ് ഇവയൊക്കെയാണ് പ്രധാനപ്പെട്ട കറണ്ട് അസറ്റ്. ഇതിന്റെ പ്രത്യേകത എന്താണ്? സ്ഥാപനത്തിന്റെ ബിസിനസ് നടക്കുന്നതനുസരിച്ച് ഇതിന്റെ വാല്യൂവിൽ ചേഞ്ച് സംഭവിച്ചുകൊണ്ടേയിരിക്കും. സെയിൽ നടക്കുമ്പോൾ ക്യാഷ് കൂടുന്നു, പർച്ചേസ് നടക്കുമ്പോൾ ക്യാഷ് കുറയുന്നു. അപ്പൊ ഈ രീതിയിൽ വാല്യൂവിൽ ചേഞ്ച് നടക്കുന്ന ആസ്തികളെയാണ് കറണ്ട് അസറ്റ് എന്ന കാറ്റഗറിയിൽ പെടുന്നത്.
ഈ അസറ്റുകളെ മറ്റൊരു രീതിയിലും തരംതിരിക്കാവുന്നതാണ്. ഈ ഒരു തരംതിരിവായിരിക്കും ഒരു സ്ഥാപനത്തിൽ നിങ്ങൾ അക്കൗണ്ടന്റായിട്ട് ജോലി ചെയ്യുമ്പോൾ ഉപകാരപ്പെടുന്നത്. ഇവിടെ അസറ്റുകളെ നമ്മൾ ജോലി ചെയ്യുന്ന ബിസിനസ് സ്ഥാപനത്തിന്റെ ബിസിനസിന്റെ നേച്ചർ അനുസരിച്ച് തരംതിരിക്കുന്നു. ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞ ഉദാഹരണത്തിൽ മിഷനറി ഒരു ഫിക്സ്ഡ് അസറ്റ് ആണ്. എന്നാൽ നിങ്ങൾ ജോലി ചെയ്യുന്നത് ഒരു മിഷനറി ഷോപ്പിലാണെന്ന് വിചാരിക്കുക. മിഷനറിയാണ് അവിടുത്തെ പ്രധാന ട്രേഡിംഗ്. മിഷനറി ബൾക്കായിട്ട് പർച്ചേസ് ചെയ്ത് അത് വിറ്റാണ് ആ സ്ഥാപനം ലാഭം നേടുന്നത്. ആ ഒരു സ്ഥാപനത്തിൽ മിഷനറി ഒരു ഫിക്സ്ഡ് അസറ്റ് അല്ല. എന്തുകൊണ്ടെന്നാൽ മിഷനറി അവിടെ പർച്ചേസ് ചെയ്യുന്നു, സെയിൽ ചെയ്യുന്നു. മിഷനറിയുടെ വാല്യൂ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവിടുത്തെ സ്റ്റോക്ക് ഐറ്റം ആണ് മിഷനറി. ആ ഒരു കേസിൽ മിഷനറിയെ നമ്മൾ കറണ്ട് അസറ്റ് ആയിട്ട് കണക്കാക്കണം. മറ്റുള്ള സ്ഥാപനങ്ങളിൽ മിഷനറി ഫിക്സ്ഡ് അസറ്റ് തന്നെയാണ്. എന്നാൽ ഒരു മിഷനറി വിൽക്കുന്ന സ്ഥാപനത്തിൽ മിഷനറി ഒരു ഫിക്സ്ഡ് അസറ്റ് ആണ്. വേറെ ഒരു ഉദാഹരണം നോക്കുകയാണെങ്കിൽ ഒരു റിയൽ എസ്റ്റേറ്റ് സ്ഥാപനത്തിലാണ് നിങ്ങൾ അക്കൗണ്ടന്റായിട്ട് ജോലി ചെയ്യുന്നത് വിചാരിക്കുക. ലാൻഡ് സാധാരണ കേസിൽ ഒരു 99% സ്ഥാപനങ്ങളിലും ഫിക്സ്ഡ് അസറ്റ് ആണ്. റിയൽ എസ്റ്റേറ്റ് സ്ഥാപനത്തിൽ എന്താണ് ചെയ്യുന്നത്? അവർ വലിയ തോതിൽ ലാൻഡ് പർച്ചേസ് ചെയ്തിട്ട് അത് പ്ലോട്ടുകളായിട്ടോ ഒന്നിച്ചോ വിറ്റ് ലാഭം ഉണ്ടാക്കുന്ന സ്ഥാപനമാണ്. അപ്പോൾ ആ സ്ഥാപനത്തിൽ ലാൻഡ് എന്ന് പറഞ്ഞാൽ ഇതേപോലെ വിൽക്കാൻ വേണ്ടി മേടിച്ചിട്ടിരിക്കുന്ന ലാൻഡുകൾ അവിടുത്തെ കറണ്ട് അസറ്റ് ആണ്, ഫിക്സ്ഡ് അസറ്റ് അല്ല. അപ്പോൾ ആ രീതിയിൽ ചിന്തിച്ചു വേണം നമ്മളൊരു സ്ഥാപനത്തിന്റെ അസറ്റുകൾ റെക്കോർഡ് ചെയ്യാൻ. ഈ ഒരു നേച്ചർ വെച്ചിട്ട്, ബിസിനസിന്റെ നേച്ചർ വെച്ചിട്ട് റെക്കോർഡ് ചെയ്യുന്നതായിരിക്കും എപ്പോഴും തെറ്റുകൾ കുറയ്ക്കാൻ സഹായിക്കുന്നത്. ഈ ക്ലാസ്സിൽ ഇത്രമാത്രം. ബാക്കിയുള്ള അക്കൗണ്ടിംഗ് ടേമുമായി ബന്ധപ്പെട്ട ക്ലാസ്സാണ് അടുത്ത ക്ലാസ്സിൽ